ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 5ാമത് സീസൺ ഡിസംബർ 26 മുതൽ 28 വരെ ബേപ്പൂരിലെ വിവിധ വേദികളിൽ. വാട്ടർ ഫെസ്റ്റിനായുള്ള സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോഴിക്കോട് ജൂബിലി ഹാളിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 5ാമത് സീസൺ ഡിസംബർ 26, 27, 28 തീയതികളിൽ ബേപ്പൂർ മണ്ഡലത്തിലെ വിവിധ വേദികളിലായി നടക്കും. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5ാമത്തെ സീസൺ ഡിസംബർ മാസം 26, 27, 28 തീയതികളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വേദികൾ വികേന്ദ്രീകരിച്ചാണ് ഈ പറഞ്ഞ ട്രാഫിക് ജാമും മറ്റു പ്രശ്നവും ഈ പാലം പണിയും മറ്റും ഉള്ളത് കാരണം നടത്തുന്നത്. ബേപ്പൂര്, ചാലിയം, നല്ലൂർ, രാമനാട്ടുകര ഗണപതി സ്കൂൾ, ഫറൂഖ് വി പാർക്ക്, നല്ലളം വി പാർക്ക്, നല്ലളം അബ്ദുറഹ്മാൻ പാർക്ക് എന്നിങ്ങനെ പുതുതായി വികസിപ്പിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ഈ പരിപാടി നടത്തുന്നത്. ബേപ്പൂർ, ചാലിയം, നല്ലൂർ, രാമനാട്ടുകര ഗവൺമെന്റ് AUP സ്കൂൾ, ഫറൂഖ് വി പാർക്ക്, നല്ലളം വി പാർക്ക്, നല്ലളം അബ്ദുറഹ്മാൻ പാർക്ക് എന്നീ വേദികളിലാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക. ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഭക്ഷ്യമേള ഡിസംബർ 25 മുതൽ 29 വരെ നടക്കും. മെഗാ ഇവന്റുകൾക്ക് പകരം പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കലാപരിപാടികളാണ് ഇത്തവണ അരങ്ങേറുകയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വയോജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളുടെയും കലാവിഷ്കാരങ്ങൾക്ക് ഫെസ്റ്റ് വേദിയാകും. ഫെസ്റ്റിന്റെ ഭാഗമായി ഡിസംബർ 25-ന് കോഴിക്കോട് നിന്നും ബേപ്പൂരിലേക്ക് സൈക്കിൾ റാലിയും 28-ന് ചാലിയത്തു നിന്നും ബേപ്പൂരിലേക്ക് മാരത്തോണും സംഘടിപ്പിക്കും. ഫെസ്റ്റിലെ പ്രധാന പരിപാടിയായ കൈറ്റ് ഫെസ്റ്റിവലിൽ ഇത്തവണ 5ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റ് സംഘാടക സമിതി കൺവീനർ T രാധാഗോപി, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ T നിഖിൽദാസ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ സനോജ് കുമാർ, PRD അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രധാന വാട്ടർ ഫെസ്റ്റിവലുകളിൽ ഒന്നാണ് ബേപ്പൂരിൽ നടക്കുന്നതെന്നും ഈ വർഷം പ്രാദേശിക പരിപാടികളും പങ്കാളിത്തവും ഉറപ്പുവരുത്തുമെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്ക് കോഴിക്കോട് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, നമുക്ക് ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ പ്രാവശ്യവും ബഹുമാനപ്പെട്ട മന്ത്രി സാറിനെ വളരെ സ്പെസിഫിക് ആയിട്ട് നിർദ്ദേശമുണ്ട് ഈ വിഷയത്തില്. നമുക്ക് പ്രാദേശികമായിട്ട് എല്ലാവർക്കും ഇൻവോൾവ് ചെയ്യണം. അവർക്ക് ഇൻവോൾവ് ചെയ്തിട്ട് വേറെ പരിപാടി പ്ലാൻ ചെയ്യണം. ജനങ്ങളായിട്ട് ഒരു പരിപാടി നമുക്ക് ഉണ്ടാക്കണം. അതൊരു പുറത്തിലെ ആള് വരും, അതായിക്കോട്ടെ ഗസ്റ്റിലേക്ക് വരണം. പക്ഷേ നമുക്ക് പാർട്ടിസിപ്പേഷൻ, ലോക്കൽ പാർട്ടിസിപ്പേഷൻ മാക്സിമം ആയിട്ട് ശ്രദ്ധ നമുക്ക് സൈഡിൽ ആവശ്യമുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ K രാജീവ് അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ E അനിതകുമാരി, TP ബീരാൻകോയ, C സന്ദേശ്, TK തസ്ലീന, K സുരേഷ്, രാമനാട്ടുകര മുനിസിപ്പൽ കൗൺസിലർ വാഴയിൽ ബാലകൃഷ്ണൻ, ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ കൺവീനർ T രാധാഗോപി,
ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 26, 27, 28 തീയതികളിലാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 28 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു സ്ഥാനമേറ്റു. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് വളപ്പിലെ ഭരണഘടനാ ചത്വരത്തിന് സമീപം ഒരുക്കിയ വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. എളന്നൂർ ഡിവിഷനിൽ നിന്നുള്ള മുതിർന്ന അംഗം KP മുഹമ്മദ് അൻസിന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് KP മുഹമ്മദ് അൻസ് മറ്റ് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അല്ലാഹുവിന്റെ നാമത്തിലാണ് മുഹമ്മദ് അൻസ് സത്യപ്രതിജ്ഞ ചെയ്തത്. അഴിയൂരിൽ നിന്നുള്ള TK സിബിയാണ് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തത്. ചോറോഡ് ഡിവിഷനിൽ നിന്നുള്ള R ഷഹിനാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ADM C മുഹമ്മദ് റഫീഖ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി TG അജേഷ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായി ഭരണത്തിലെത്തിയ UDF അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേതാക്കളും പ്രവർത്തകരും ആവേശത്തോടെ പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട 15 അംഗങ്ങളെയും സിവിൽ സ്റ്റേഷന് സമീപത്തു നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ആനയിച്ചത്. MP മാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, MK മുനീർ MLA, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും മറ്റ് നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യം കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുതിർന്ന അംഗമായ മനക്കൽ ശശിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മനക്കൽ ശശി മറ്റ് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തളി കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനിയുടെ നേതൃത്വത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. 1 മണിയോടെ 76 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി ചടങ്ങ് പൂർത്തിയാക്കി. 2:30 കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ മുതിർന്ന അംഗം മനക്കൽ ശശിയുടെ അധ്യക്ഷതയിൽ ആദ്യ കൗൺസിൽ യോഗം ചേർന്നു. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സെക്രട്ടറി യോഗത്തിൽ വായിച്ചു. 5 മിനിറ്റിൽ യോഗം അവസാനിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ, കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് നവ്യ ഹരിദാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കി ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ 100 കണക്കിന് പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എത്തി. MK രാഘവൻ MP, MLA മാരായ MK മുനീർ, അഹമ്മദ് ദേവർകോവിൽ, മുൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, CPI ജില്ലാ സെക്രട്ടറി P ഗവാസ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MK റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party time.
ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എവിടെ നിന്നോ ഒരാൾ എന്ന രാജൻ മാണിയാടത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ PR നാഥനിൽ നിന്നും ബാബു പറശ്ശേരി പുസ്തകം ഏറ്റുവാങ്ങി. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. രാജൻ മാണിയാടത്ത് രചിച്ച എവിടെ നിന്നോ ഒരാൾ ചെറുകഥാ സമാഹാരം വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് സാഹിത്യകാരൻ PR നാഥൻ ബാബു പറശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു. എങ്ങനെ എഴുതാതിരിക്കാം എന്നുള്ളതിന് മനസ്സിൽ ഭയങ്കര സമ്മർദ്ദം വരും. എന്തെങ്കിലും ഒരു കാരണം കിട്ടാം, നാളെ എഴുതാം, മറ്റന്നാളാവട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതാൻ കള്ളാസും പണി ഇരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കണം. എന്താ ആരെങ്കിലും ഒരാളുകൂടി വരുന്നത് നന്നായിരുന്നല്ലോ, ഈ പണി മാറ്റി വെച്ചല്ലോ, അയാൾ വന്നുകൊണ്ടാണ് എഴുതാത്തതെന്ന് പറയാമല്ലോ. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത് ചെറുകഥയാണ്. അത് വായനക്കാരിൽ നിന്നും അങ്ങനെ ഒരു ക്ഷമ എന്നൊരു ഗുണമില്ലെങ്കിൽ കലാസൃഷ്ടി ആസ്വദിക്കാനായിട്ട് കഴിയില്ല. PP ശ്രീധരൻ ഉണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും പുസ്തകം വാങ്ങും എന്നൊരു കവിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനും അത് എഴുതിയ കഥാകാരനെ അല്ലെങ്കിൽ കവിയെ അല്ലെങ്കിൽ ലേഖനകർത്താവിനെ നാടക സൃഷ്ടികളെ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൗമനസ്യം പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. PT നിസാർ അധ്യക്ഷത വഹിച്ചു. M ഗോകുൽദാസ് പുസ്തക പരിചയം നടത്തി. കവിത അരുൺ, അഡ്വക്കേറ്റ് EV ഉണ്ണികൃഷ്ണൻ, KF ജോർജ്, അജിത മാധവ്, E രാധാകൃഷ്ണൻ, P രാധാകൃഷ്ണൻ, M ശ്രീധരൻ കുഴിങ്ങര, TP കോയ മൊയ്തീൻ, ശ്രീധർ വടകര എന്നിവർ ആശംസകൾ നേർന്നു. വിന്ധ്യ W സ്വാഗതവും RK ഇരവിൽ നന്ദിയും പറഞ്ഞു. ഗ്രന്ഥകർത്താവ് രാജൻ മാണിയാടത്ത് മറുമൊഴി നടത്തി. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റിക്കാട്ടൂർ മുസ്ലിം യതീംഖാന വാർഷിക സന്ദർശനവും സമ്മേളനവും ഡിസംബർ 23 മുതൽ 29 വരെ യതീംഖാന ക്യാമ്പസിൽ നടക്കും. സമ്മേളന പരിപാടികൾ കോഴിക്കോട് ഖാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി ഉദ്ഘാടനം ചെയ്യും. 38ാമത്തെ വാർഷികമാണ് നടക്കുന്നത്. ഞങ്ങൾ ഈ വാർഷിക സമ്മേളനത്തോട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് 1.5 കോടി രൂപയോളം ഈ സമ്മേളനത്തോടുണ്ടാകും ചെലവുണ്ട്. അവിടെ 500-ലധികം വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകളിലായി വിദ്യാഭ്യാസം നേടുകയും അവർക്കുള്ള ചെലവിലേക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. സിയാറത്ത്, പതാക ഉയർത്തൽ, വളണ്ടിയേഴ്സ് റാലി, ഉദ്ഘാടന സമ്മേളനം, മതപ്രഭാഷണങ്ങൾ, നൂറെ അജ്മീർ, കുടുംബ സംഗമം, വനിതാ സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അവാർഡ് ദാനം, യതീംഖാന സന്ദർശനം, ദിക്ർ ദുആ സമ്മേളനം, സമാപന സമ്മേളനം എന്നിവയാണ് 6 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ ഉൾക്കൊള്ളിച്ചത്. ഡിസംബർ 24 വ്യാഴാഴ്ച സമസ്ത 100ാം വാർഷിക പ്രചരണ സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 28 ഞായറാഴ്ച നടക്കുന്ന യതീംഖാന സന്ദർശനം വൈകിട്ട് 5 മണി വരെ നീളും. ഡിസംബർ 29 തിങ്കളാഴ്ച നടക്കുന്ന കുടുംബ സംഗമത്തിന് ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ നേതൃത്വം നൽകും. രാത്രി 7 മണിക്ക് സമാപന സമ്മേളനവും ദുആ മജ്ലിസും നടക്കും. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യതീംഖാന ജനറൽ സെക്രട്ടറി MP സലീം ഹാജി, സെക്രട്ടറി കിഴക്കയിൽ മുഹമ്മദ് ഹാജി, ഡയറക്ടർ K മരക്കാർ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തന്റെ വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് കിഴക്കോത്ത് പഞ്ചായത്ത് കാരക്കാട് 8ാം വാർഡ് അംഗം ഷബീറ അഷ്കർ. വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നേതൃത്വത്തിൽ ചേർന്ന യോഗം മുസ്ലിം ലീഗ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. കിഴക്കോത്ത് പഞ്ചായത്ത് കാരക്കാട് 8ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി ഷബീറ അഷ്കർ വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ചേർന്ന യോഗം പ്രസിഡന്റ് സയ്യിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു.
മുസ്ലിം ലീഗ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ട്രഷറർ നാസർ മാസ്റ്റർ, റാഷിദ് KP, റിഷാം ബാവി, ഷബീറ, അഷ്കർ എന്നിവർ സംസാരിച്ച യോഗത്തിൽ വാർഡ് സെക്രട്ടറി അബ്ദുറഹ്മാൻ സ്വാഗതവും നാസി MK നന്ദിയും പറഞ്ഞു. വാർഡിലെ മുഴുവൻ വീടുകളിലും മധുര വിതരണം ചെയ്തു. ജയിച്ചാലും തോറ്റാലും ഞാൻ എൻ്റെ വാർഡിലെ മുഴുവൻ ആളെയും വന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ജയിച്ചതും കൊണ്ട് എന്തായാലും നിർബന്ധമാണ് പിന്നെ ഓലെ പോയി കാണണം. പിന്നെ ഓലെ കൂടെ 5 കൊല്ലം ഞാൻ ഓലെ കൂടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടാവും. ഓലെ എല്ലാ സഹായങ്ങൾക്കും എന്നെക്കൊണ്ടാവുന്ന ആ കഴിവിൻ്റെ പരമാവധി ഞാൻ ഓൽക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബിസിനസ് കേരള സംഘടിപ്പിക്കുന്ന IQ വെഞ്ചേഴ്സ് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോയും ഫോസെക്സ് ടോക്ക് ഷോയും കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഡിസംബർ 23, 24 തീയതികളിൽ നടക്കും. നവസംരംഭകർക്ക് നൂതന ആശയങ്ങൾ പങ്കിടുക എന്നതാണ് എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. അപ്പോൾ ഡിസംബർ 24 നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS ആണ് നമ്മുടെ ഈ ഒരു എക്സ്പോന്റെ ഇനാഗുറേഷൻ ചെയ്യുന്നത്. അതിന്റെ തന്നെ ഫെക്സെക്സിന്റെയും 200ഓളം B2B ബിസിനസ് സ്റ്റാളുകൾ, ബിസിനസ് സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ, ഫ്ലീ മാർക്കറ്റ്, നിക്ഷേപകരുടെ സംഗമം, ബിസിനസ് എക്സലൻസ് അവാർഡ് തുടങ്ങിയവ എക്സ്പോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ്സുകാരെ ഏകോപിപ്പിച്ച് കൂട്ടായ്മയിലൂടെ വിജയം കണ്ടെത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. നവസംരംഭകർക്ക് പുതിയ ബിസിനസ് സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാനും അവസരമൊരുക്കും. ഇന്ത്യയിലെ പ്രമുഖ സംരംഭകരെ അവാർഡ് നൽകി ചടങ്ങിൽ ആദരിക്കും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഡിസംബർ 24 അവാർഡ് നൈറ്റും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സംഘാടകരായ നൌഷാദ് EP, അജ്ന CK എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശോഭിക വെഡ്ഡിംഗ്സിന് ഇനി പുതിയ ലോഗോ. ശോഭിക ലെഗസി ലോഞ്ച് എന്ന പുതിയ ലോഗോ മന്ത്രി PM മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. 5 പതിറ്റാണ്ടായി കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് വിശ്വാസത്തിന്റെയും ഗുണമേന്മയുടെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന ശോഭിക വെഡ്ഡിംഗ്സിന്റെ ലോഗോ മാറ്റത്തോടെയാണ് ബ്രാൻഡിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമായത്. പന്തീരങ്കാവ് ക്യാപ്കോൺ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ ശോഭിക ലെഗസി ലോഞ്ച് എന്ന പേരിലുള്ള പുതിയ ലോഗോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. വെബ്സൈറ്റ് ലോഞ്ച് RG ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അംബിക രമേശും പുതിയ പ്രൊജക്ട് ലോഞ്ച് ഗോകുലം ഗോപാലനും നിർവഹിച്ചു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടാണ് ടെക്നോളജി കണ്ടില്ല നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ലെവലിലൊക്കെ നമ്മൾ നിൽക്കുന്ന മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും തികച്ചും ആ ഒരു മാറ്റം ശരിക്കും നമ്മളെല്ലാ ഷോറൂമിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും അത് ശരിക്കും അനുഭവപ്പെടും. ശോഭിക സ്ഥാപക ചെയർമാൻ കല്ലിൽ ഇമ്പിച്ചി അഹമ്മദ് അധ്യക്ഷനായി. ഫൈസൽ മലബാർ, മെഹറൂഫ് മണലൊടി, സക്കീർ ഹുസൈൻ, RG വിഷ്ണു, V സുനിൽകുമാർ, സൂര്യ ഗഫൂർ, മനാഫ് കാപ്പാട്, ശോഭിക എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷംസുദ്ദീൻ കല്ലിൽ, ഇർഷാദ് ഫജർ, ഹാഷിർ ഫജർ, ഷിഹാബ് കല്ലിൽ, റിഷാദ് എന്നിവർ സംബന്ധിച്ചു. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തു നൽകുക എന്നിവയാണ് ശോഭികയുടെ പ്രത്യേകതയെന്ന് മാനേജ്മെന്റ് പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസ് ലീഗിന്റെ ഫൈനൽ റൗണ്ട് മത്സരം കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ കാണികളെ ആവേശത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തി. ആവേശത്തിന് ഊർജവുമായി സൂപ്പർ താരം സൽമാൻ ഖാനും സ്റ്റേഡിയത്തിലെത്തി. വൈകിട്ട് 5 തന്നെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ഗാലറി നിറഞ്ഞു തുടങ്ങി. ബൈക്ക് സ്റ്റണ്ടുമായി വിദേശ താരം സെബാസ്റ്റ്യൻ കാണികളെ ആവേശം കൊള്ളിച്ചതോടെ ഗാലറി ഉണർന്നു. കാവസാക്കിയുടെ പുതിയ ഓഫ് റോഡ് ബൈക്കായ KLX മൈതാനത്ത് ആവേശം വിതറി പ്രദർശനയോട്ടം നടത്തി. വൈകിട്ട് 6 DJ സംഗീതവും ലൈറ്റ് ഷോയുമായി പരിപാടി ആരംഭിച്ചു. റാപ്പറും പിന്നണി ഗായകനുമായ ബേബി ജീൻ തന്റെ സൂപ്പർ ഹിറ്റ് ഗാനം ആലപിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് മത്സരത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P നിഖിൽ, മുർഷിദ് ബാൻഡിഡോസ് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് കൗണ്ട് ഡൗണിന് ശേഷം 250cc ബൈക്കുകളുടെ രാജ്യാന്തര വിഭാഗം മത്സരങ്ങൾ ആരംഭിച്ചു. ഇതിനു പുറകെ 250cc ഇന്ത്യ ഏഷ്യ വിഭാഗം, 450cc രാജ്യാന്തര വിഭാഗം എന്നിവയുടെ ആദ്യ റൗണ്ട് മത്സരവും നടന്നു. പൂനെയിലും ഹൈദരാബാദിലും നടന്ന ആദ്യ റൗണ്ട് മത്സരങ്ങൾക്കു ശേഷം 6 ടീമുകളാണ് കോഴിക്കോട്ടെ ഫൈനലിൽ പങ്കെടുക്കാനെത്തിയത്. Unfortunately, Slade Warola is not a fall, but he's back on track. He's back on track. Oh, ladies and gentlemen, as you see, California. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 5ാമത് സീസൺ ഡിസംബർ 26 മുതൽ 28 വരെ ബേപ്പൂരിലെ വിവിധ വേദികളിൽ. വാട്ടർ ഫെസ്റ്റിനായുള്ള സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോഴിക്കോട് ജൂബിലി ഹാളിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.